വയനാട് കോൺഗ്രസ് ഗ്രൂപ്പ് പോരിന്റെ ഇരയായി ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് പ്രവർത്തകൻ ജോസ് നല്ലേടം റെക്കോർഡ് ചെയ്ത വീഡിയോ കൈരളി ന്യൂസിന് ലഭിച്ചു. തങ്കച്ചന്റെ വീട്ടിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടെന്ന് പോലീസിനെ അറിയിച്ചത് താനാണെന്ന പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തി. മക്കളുടെ ഭാവിയെ പോലും ബാധിക്കും വിധമായിരുന്നു പ്രചാരണം നടത്തിയതെന്നും ജോസ് നല്ലേടം. ആ പ്രതികരണം ഒന്ന് കണ്ടുവരാം. തോട്ടയും മദ്യവും പിടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷൻ എനിക്ക് തെറ്റായി ലഭിച്ചത് ഞാൻ പോലീസിന് ഫോർവേഡ് ചെയ്തു. മുൻകാലങ്ങളിലും പോലീസിന് ഇതുപോലെ ഒത്തിരി ഇൻഫോർമേഷൻ കൊടുക്കുകയും വലിയ തോതിലുള്ള സ്ഫോടക വസ്തുക്കളും അതുപോലെ തന്നെ മയക്കുമരുന്നുകളും ഒക്കെ പോലീസിന് പിടിക്കാനും സാധിച്ചിട്ടുണ്ട്. ജനജാഗ്രതാ സമിതിയുടെ ഭാഗമായി പുഴയോട് തീരത്ത് ചേർന്ന് കിടക്കുന്ന ഈ വാർഡിൽ ആളുകൾ ഇങ്ങനെ തരുന്ന ഇൻഫോർമേഷൻ മുൻകാലങ്ങളിൽ നമ്മൾ പോലീസിന് കൈമാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ നിജസ്ഥിതി പരിശോധിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് ആളുകളെ പ്രതി ചേർക്കുന്നത് പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടാണ് വേണ്ടിയിരുന്നത്. അതിനു പകരം പോലീസിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ 26-ാം തീയതി എന്നെ വിളിച്ച് ഇതിന്റെ വിശദ വിവരങ്ങൾ തേടുകയും എനിക്കറിയാവുന്ന വിവരങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പോലീസ് പിന്നെ ഇത് പറയുകയുണ്ടായി. പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ വലിയ അഴിമതിക്കാരനും ഗൂഢാലോചനക്കാരനുമൊക്കെയാണെന്ന് പറഞ്ഞ് വലിയ പ്രചരണങ്ങൾ ചിലരുടെ ഭാഗത്തുനിന്നുണ്ട്. എന്നെ സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ ഒരാളുടെ പോലും ഒരു അനർഹമായ കാര്യങ്ങൾ നാളിതുവരെ കൈപ്പറ്റാതെ പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. തീർച്ചയായിട്ടും ഇതൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് താങ്ങാൻ കഴിയാവുന്ന കാര്യങ്ങളല്ല. പൊതുസമൂഹത്തിൽ എന്റെ മുമ്പിൽ വന്നിട്ടുള്ള ആളുകളെ സഹായിച്ചിട്ടുള്ളതല്ലാതെ ഒരാളെയും നമ്മൾ മാറ്റിവിടുകയോ അല്ലെങ്കിൽ തള്ളിക്കളയുകയോ ചെയ്തിട്ടുള്ളതല്ല. അപ്പൊ എന്റെ പ്രവർത്തനങ്ങളിൽ അസൂയ കൊണ്ട ആളുകൾ എന്നെ ഈ സമൂഹത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടി, എന്റെ രക്തത്തിനു വേണ്ടി, എന്റെ മക്കളുടെ പോലും ഭാവി നശിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഒരു കാരണവശാലും ഒരു പരിഷ്കൃത സമൂഹത്തിൽ നിന്ന് എനിക്ക് ലഭിക്കേണ്ട ഒരു പിന്തുണയല്ല എന്നുള്ളത്. ഞാൻ ഈ സമൂഹത്തിന് വേണ്ടി മാത്രം നിലകൊണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. പോസ്റ്റുകളിൽ ഞാൻ കോടികളുടെ അഴിമതി നടത്തി പണം സമ്പാദിച്ചു, കോടിക്കാരുടെ അടുത്ത് നിന്ന് പണം സമ്പാദിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ വളരെ തരം താഴ്ന്ന രീതിയിലുള്ള പ്രചരണങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ച് പാടിച്ചിറ സർവീസ് സഹകരണ ബാങ്കിലും അതുപോലെ സുൽത്താൻ ബത്തേരി കാർഷിക വികസന ബാങ്കിലും പെരിക്കല്ലൂർ കാനറ ബാങ്കിലുമായി 50 ലക്ഷത്തോളം രൂപ ബാധ്യതയുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള എന്നെ സംബന്ധിച്ച് ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്തി എന്നെയും എന്റെ കുടുംബത്തെയും തകർക്കണം എന്നുള്ള രീതിയിൽ ഇതുപോലെ ഉള്ള സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പൊതുസമൂഹത്തോട് ഞാൻ ഇത്തരത്തിലുള്ള ഒരു അനീതിയും ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. അതെ, ആത്മഹത്യക്ക് മുമ്പ് കോൺഗ്രസ് നേതൃത്വം അവരുടെ സൈബർ ഗ്രൂപ്പ് എത്ര ക്രൂരമായിട്ടാണ് ഒരു കോൺഗ്രസ് നേതാവിനെ, ഒരു കോൺഗ്രസ് പ്രവർത്തകനെ ഒറ്റപ്പെടുത്തിയത്. അതിന്റെ ഒരു നേർചിത്രമാണ് ഇന്ന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആത്മഹത്യക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും ഇതിന്റെ വിശദവിവരങ്ങളുമായി PV ജോഷില നമ്മളോടൊപ്പം ചേരുകയാണ്. ജോഷില, ഒരു നിസ്സഹായനായ മനുഷ്യന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. അതായത് കോൺഗ്രസിന്റെ സൈബർ ആക്രമണം, തനിക്ക് കിട്ടിയ ഒരു വിവരം പോലീസിനെ അറിയിക്കുക എന്നതിനപ്പുറം മറ്റൊന്നും ചെയ്യാത്ത ഒരാൾ ഇത്ര വലിയ ക്രൂരമായ ഒരു സൈബർ ആക്രമണത്തിന് ഇരയാകുക, അത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ, പ്രത്യേകിച്ച് മക്കളെ പോലും ദോഷകരമായി ബാധിക്കുന്ന ഒരു സാഹചര്യം. ആ വേദനയാണ് അദ്ദേഹം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഈ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു. എത്ര ക്രൂരമായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് പോരെ ഓരോരുത്തരുടെയും ജീവൻ എടുക്കുന്നത് എന്നതിന്റെ ഒരു തെളിവായി മാറുകയല്ലേ ഈ ഒരു വീഡിയോ? സിന്ധൂരി, ഗ്രൂപ്പ് പോരിന്റെ ഭാഗമല്ല ഇദ്ദേഹത്തിന്റെ മരണം, ജോസ് നല്ലേടത്തിന്റെ മരണം എന്ന് DCC പ്രസിഡന്റ് അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, കോൺഗ്രസ് നേതാക്കളടക്കം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായിരുന്നു, അതിന്റെ ഇരയായിരുന്നു ജോസ് നല്ലേടം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന വീഡിയോ ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് മുൻപ് തന്നെ, ആത്മഹത്യക്ക് മുൻപ് തന്നെ ജോസ് നല്ലേടം തന്നെ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണിത്. താൻ സ്ഫോടക വസ്തു ശേഖരിച്ചു എന്ന് പോലീസിനെ അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിലാകെ തന്നെ തന്നെയും തന്റെ കുടുംബത്തെയും മോശമായി ചിത്രീകരിക്കാനായി സൈബർ ആക്രമണം നടന്നിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങൾ ആകെ തന്നെ ആക്രമിക്കുകയായിരുന്നു. താൻ അഴിമതിക്കാരനാണ്, കോടികൾ കട്ടിട്ടുണ്ട്, അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ജീവിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ, കുട്ടികളുടെ ഭാവിയെ പോലും ബാധിക്കുന്ന വിധത്തിലാണ് ആക്രമണം നടന്നത്. ഇത് തനിക്ക് സഹിക്കാനാവില്ല എന്നാണ് അദ്ദേഹം ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു പൈസ പോലും കട്ടവനല്ല, ഞാൻ അങ്ങനെ ഒരു തരത്തിലും
കള്ളം നടത്തി ജീവിച്ച് ശീലിച്ച ഒരാളല്ല. എന്നിട്ട് പോലും എൻ്റെ കുടുംബത്തിനെ പോലും ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് ഞാൻ ഒരുപാട് പണം അഴിമതി നടത്തിയതായും പണം സമ്പാദിച്ചതായും ഒക്കെ പറയുന്ന വീഡിയോകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന അസഭ്യമൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഇത് തനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. താൻ ജാഗ്രതാ സമിതിയുടെ ഭാഗമായി തന്നെ മുൻകാലങ്ങളിലും ഇത്തരം സ്ഫോടക വസ്തുക്കൾ, മദ്യം ഇതൊക്കെ തന്നെ വീടുകളിലുണ്ടെന്ന രഹസ്യ വിവരം ആരെങ്കിലും അറിയിച്ചാൽ പോലീസിനെ അറിയിക്കാറുണ്ട്. ആ രീതിയിൽ അറിയിച്ചതാണ് ഇത് എന്നാണ് ജോസ് നല്ലേടം ആ വീഡിയോയിൽ മുഴുവനായും പറയുന്നത്. അതിന്റെ ഭാഗമായി പോലീസ് തന്നോട് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. പ്രാഥമിക അന്വേഷണം നടത്തേണ്ടത് പോലീസാണ്. പോലീസ് രഹസ്യ വിവരമാണെന്ന് പോലീസിന് അറിയാമായിരുന്നു. പോലീസ് തന്നെ വിളിച്ചിരുന്നു. എവിടെ നിന്നാണ് വിവരം കിട്ടിയത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് തന്നോട് ചോദിച്ചിരുന്നു. അതിനുശേഷമാണ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആക്രമണം നടക്കുന്നത്. യഥാർത്ഥത്തിൽ സിന്ധൂരി നടന്നത് തങ്കച്ചന്റെ വീട്ടിൽ സ്ഫോടക വസ്തുക്കളും മദ്യവും കൊണ്ടു ചെന്ന് വെച്ചു എന്നുള്ള മദ്യവും സ്ഫോടക വസ്തുക്കളും ഉണ്ട് എന്നുള്ള വിവരം പോലീസിന് കൈമാറിയത് ജോസ് ആണ് എന്നുള്ള രീതിയിലായിരുന്നു ആ സൈബർ ആക്രമണങ്ങളൊക്കെ തന്നെ നടന്നത്. ജോസിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ, സമൂഹത്തിൽ തന്നെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടന്നത്. ഇതൊക്കെ തന്നെ തങ്കച്ചനും അതുപോലെ ജോസും മാത്രമല്ല, ഇത് മേലെ തട്ടിൽ നിന്ന് തുടങ്ങുന്ന ഗ്രൂപ്പ് പോരാണ്. ND അപ്പച്ചനും IC ബാലകൃഷ്ണൻ MLAയും തമ്മിലുള്ള ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായി അതിന്റെ താഴെ തട്ടിലേക്ക് വരുന്ന ഇരകളായി മാറിയതാണ് ഇവരൊക്കെ തന്നെ. തങ്കച്ചൻ പോലീസ് കസ്റ്റഡിയിലാകുന്നു. അതുപോലെ തന്നെ ജോസ് ആണ് ഇത് പോലീസിന് ഒറ്റുകൊടുത്തതെന്ന് പറഞ്ഞ് ജോസ് മരിക്കാനിടയാകുന്നു. ഇത്തരത്തിൽ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായി പ്രാദേശിക നേതാക്കൾ തമ്മിൽ തല്ലി മരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്ന രീതിയിൽ, ഇതിലൊന്നും തന്നെ ഇടപെടാത്ത രീതിയിൽ മേലെ നിന്നും പല അഭിപ്രായങ്ങളും പറഞ്ഞ് ഗ്രൂപ്പ് പോരിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞ് ഇതൊക്കെ തന്നെ മറച്ചു വെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ, DCC നേതൃത്വവും KPCC നേതൃത്വവും പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ആളുകൾ ഇതൊക്കെ സാധാരണ സംഭവങ്ങളാണ് എന്നുള്ള മട്ടിൽ, ഇവരുടെയൊന്നും ജീവന് ഒരു വിലയുമില്ലാത്ത മട്ടിൽ പെരുമാറുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിന്ധൂരി.